നമസ്കാരം. ടോഷ്മാസ് കിച്ചണിൽ ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്ന ഒരു ബിയർ ബാറ്റേഡ് പ്രോൺസ് ആണ്. നമുക്കറിയാം യുകെയിലെയൊക്കെ ഫിഷ് ആൻഡ് ചിപ്സ് വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇതിനായിട്ട് നമുക്കറിയാം ബിയർ ബാറ്റേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ബിയർ ആവശ്യമുണ്ട്. അതുപോലെ ബാക്കി എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. ഈ ബിയർ ബാറ്റേഡ് പ്രോൺസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെമ്മീൻ വേണം. ഇത് 1/2 കിലോ ചെമ്മീനാണ്. വലിയ ചെമ്മീൻ നമുക്ക് വാലൊക്കെ കളയാതെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഇത് മൈദയാണ്, 1 കപ്പ് മൈദ. അതുപോലെ ഇത് 1/2 കപ്പ് കോൺഫ്ലോർ. ഇത് വേറെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇത് ഉപ്പ് പാകത്തിന്, കുരുമുളക് പൊടി, പിന്നെ ബേക്കിംഗ് പൗഡറാണിത് 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് നല്ല തണുത്ത ഐസ് കോൾഡ് ആയിട്ടുള്ള ബിയർ ആവശ്യമുണ്ട്. ഇതിൻ്റെ ബാറ്റർ ആയിട്ട് വെള്ളത്തിന് വരെ നമ്മൾ ബിയർ ഒഴിച്ചാണ് ഈ ബാറ്റർ തയ്യാറാക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ചെമ്മീൻ. അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഇനി ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഇത് 1 കപ്പ് മൈദയാണ്. ഇത് നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം. നമുക്കിതിൻ്റെ ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നല്ല ഐസ് കോൾഡ് ആയിട്ടുള്ള നല്ല തണുത്തിരിക്കുന്ന ബിയറാണ്. നമുക്ക് ഈ ബിയർ ചേർത്ത് മിക്സ് ചെയ്യാം. സാധാരണയായിട്ട് നമ്മൾ വെള്ളമല്ലോ ചേർക്കാറ്. ഇപ്പോൾ അതിന് പകരം നമുക്ക് ബിയർ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഏകദേശം 330 ml ബിയർ ഊപ്പിയാണ്. നമ്മൾ മുഴുവൻ ചേർത്തിട്ടില്ല. നമ്മുടെ ഈ ബാറ്റർ നമുക്ക് ഒത്തിരി തിക്കായിട്ട് വേണ്ട, പക്ഷേ ഭയങ്കര തിന്നായി പോകരുത്. ഈ പ്രോൺസിലൊന്ന് കോട്ട് ചെയ്യാവുന്ന രീതിയിൽ ഈ ബിയർ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെമ്മീൻ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്തതാണ്. ഇത് കോൺഫ്ലവർ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഈ കോൺഫ്ലവറിലോട്ട് നമ്മളിതിങ്ങനെ പരട്ടി വയ്ക്കാം. നമ്മൾ ചെമ്മീൻ ഓരോന്നും ഈ കോൺഫ്ലവറിലൊന്ന് മുക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് വറുത്തെടുക്കാം. ഈ പ്രോൺസ് മുഴുവനും നമ്മളിങ്ങനെ കോൺഫ്ലവറിൽ ഒന്ന് പരട്ടിയെടുത്തു. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കിത് നല്ല തിളച്ച എണ്ണയിൽ വറുത്തെടുക്കാം. നമ്മൾ എണ്ണ നല്ല ചൂടാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഈ ചെമ്മീൻ ഈ ബാറ്ററിൽ മുക്കി നമുക്ക് വറുത്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ ആദ്യം ഇട്ടതൊക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതായിട്ടുണ്ട്, നമുക്ക് കോരാം. നമുക്ക് ബാക്കി ചെമ്മീനും കൂടിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പുറം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ അകം നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആണ്. അങ്ങനത്തെ ഒരു ഇതാണ്. ഇത് നമുക്ക് മയോണൈസിൻ്റെ ഒപ്പമൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. മുഴുവനും പ്രോൺസ് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. നമുക്കിനി മയോണൈസിൻ്റെ കൂടെ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.